ഈശ്വരറ്റിസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് സുവിശേഷത്തിൽ തന്നെ ഗോൾഡൻ റൂൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വചനമാണ്. ഈശോ പറയുകയാണ്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുമെന്ന് പറയുകയാണ്. ഇത്ര മനോഹരമായിട്ടുള്ള ഒരു വചനമാണ് അല്ലെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് സമാധാനത്തിൽ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ, ശാന്തതയിൽ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യും അല്ലെ. എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കണം, അപ്പോൾ അവൾ എന്നെ സ്നേഹിക്കും. എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ ഭർത്താവിനെ നന്നായിട്ട് സ്നേഹിക്കണം. ഈശോ പറയുകയാണ്, അവൻ നിന്നെ അതുപോലെ തിരിച്ചും സ്നേഹിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. ഈശോ പറയുകയാണ്, മറ്റുള്ളവരെ നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് തന്നെ മറ്റുള്ളവരോട് നിങ്ങൾ ചെയ്യുമെന്ന് പറയുകയാണ്. അതിനുശേഷം ഈശോ ലോകത്തിന് മനസ്സിലാകാത്ത ഒരു ലോജിക്ക് പറയുകയാണ്. ഈശോ പറയുകയാണ്, ഈ വിനാശത്തിലേക്കുള്ള വഴി ഭയങ്കര വിശാലമാണ്, വാതിൽ ഭയങ്കര വിസ്തൃതമാണ്. പക്ഷെ രക്ഷയിലേക്ക് നയിക്കുന്ന വഴി വളരെ ചെറുതാണ്, വാതിലിടുങ്ങിയതുമാണെന്ന് പറയും. നമ്മളൊരു നമ്മുടെ ജീവിതയാത്ര എപ്പോഴെങ്കിലും ഇങ്ങനെ ഈ ഇടുങ്ങിയ വഴിയിലൂടെ പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈശോ പറയുകയാണ്, ടെൻഷൻ അടിക്കേണ്ട, ഡോണ്ട് വറി, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. കാരണം എന്താണ്? ഈശോ പറയുകയാണ്, ഇത് രക്ഷയിലേക്ക് നയിക്കുന്ന വഴിയാണ്, ദൈവം നിന്നെ അവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നതാണ്, ടെൻഷൻ അടിക്കുന്നത് വേണ്ട. ഈശോ നമ്മളെ സ്നേഹിക്കും, ഈശോ നമ്മളെ പരിപാലിക്കും അല്ലെ. ഈശോ പറയുകയാണ്, രക്ഷയിലേക്ക് നയിക്കുന്ന വഴി ഇതുപോലെയുള്ളതാണ്, ഇടുങ്ങിയതാണ്, വാതിൽ ചെറുതാണ്, ഇടുങ്ങിയതാണ്, വഴി ഞെരുക്കമുള്ളതാണെന്ന് പറയുകയാണ്. നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ വചനഭാഗം വായിച്ചിട്ട് നമ്മൾ മനസ്സിലുണ്ടായിരിക്കും. ഒന്ന്, മറ്റുള്ളവർ എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ മറ്റുള്ളവരോടും പെരുമാറുന്നു. രണ്ടാമതായിട്ട്, എൻ്റെ ജീവിതയാത്ര ഇടുങ്ങിയ വഴിയിലൂടെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട, ദൈവം നിന്റെ കൂടെയുണ്ട്, ദൈവം നിന്റെ രക്ഷയിലേക്ക് നയിക്കും. ഈ ഒരു പ്രത്യാശയോടെ ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.